ഹായ് സുന്ദരീസ്. അപ്പോൾ നമ്മളിതിപ്പോൾ പാക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ. നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. വൻ അബദ്ധങ്ങളും പ്രശ്നങ്ങളാണ്. ഞങ്ങൾ ശരിക്കും 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പോകാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ പാക്കിംഗ് ഒന്നും തുടങ്ങിയിട്ടില്ല. ആസ് യൂഷ്വൽ ആയിട്ടെൻ്റെ പാക്കിംഗ് എല്ലാം തീർത്തായിട്ട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ CID മ്യൂസിയിൽ ബിന്ദു പണിക്കരുടെ അവസ്ഥയാണ്. TV എടുക്കണോ, ഫ്രിഡ്ജ് എടുക്കണോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഡ്രസ്സ് എടുക്കണോ, ഗാഡ്ജറ്റ്സ് എടുക്കണോ എന്ന് വിചാരിച്ചാൽ ഓടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്കായിരുന്നു കേട്ടോ. ശരിക്കും ഞാൻ ബാക്കപ്പ് എല്ലാം ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒന്നും ചെയ്യാതെ ഞാൻ വേഗം പാക്ക് ചെയ്യാണ്. നമുക്ക് പറ്റുകയാണെങ്കിൽ 1-1.5 മണിക്കൂറിൽ ഇറങ്ങേണ്ടി വരും. ഭാഗ്യമാണെങ്കിൽ ചിലപ്പോൾ നാളെ രാവിലെ ഇറങ്ങിയാൽ മതിയാവും. എന്താണെങ്കിലും നമുക്ക് 1-1.5 മണിക്കൂർ ഇറങ്ങണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പാക്ക് ചെയ്യാൻ പോവാണ്. ഇങ്ങനെ കണ്ട് ഇപ്പൊ അമ്മയുടെ ഉണ്ണിമാമ വന്നിട്ടെന്താ അതാണ് ഞാൻ എന്തൊക്കെയോ എടുത്തിട്ടുണ്ട്. ഞാൻ ഹോൾ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോവായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഹോൾ വീഡിയോയ്ക്ക് വേണ്ടി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു സൽവാർ. അപ്പോൾ ഞാൻ കുറച്ച് സൽവാർസ് എടുത്തിരുന്നുണ്ട്, കുറച്ച് ടോപ്പ്, അത്രയൊക്കെ തന്നെയുള്ളൂ. ബാക്കിയൊക്കെ ഡ്രസ്സിൻ്റെ കാര്യമൊക്കെ പിന്നെ നമുക്ക് അവിടെ പോയിട്ട് നോക്കാം. അതായത് മാക്സിമം ടോപ്സ് എടുക്കുന്നുണ്ട്, സൽവാർസും എടുക്കുന്നുണ്ട്. ഈ പെട്ടിയിൽ നമ്മൾ ഇമ്മക്കുട്ടിയുടെ കുറച്ച് പാർട്ടി വെയർ ഡ്രസ്സുകളും എനിക്ക് ഹോൾ വീഡിയോ ചെയ്യാനുള്ളത് അതുണ്ട്. അത് ഇവിടുന്ന് തീർച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അത് നടന്നില്ല. അതും വിഷുവിനുള്ള 1-2 സാരികളും ഒക്കെ വെച്ചിട്ടുണ്ട്. സാരി പക്ഷെ ഇനിയും ഉണ്ട്. എൻ്റെ സെൽവാർസ് എല്ലാം ഉണ്ട് കേട്ടോ. ഒരു പാവാട, 2-3 ടോപ്പ്. ഇനി നമുക്ക് ജീൻസ് വേണം. ജീൻസ് എടുത്തിട്ട് വരട്ടെ. 2 ജീൻസ്, ബേസിക് ജീൻസ്, 1-2 ടോപ്പ് വെച്ചിട്ടുണ്ട്. ഇതില് തൃശ്ശൂർക്കുള്ളതാണ് കേട്ടോ, വീട്ടിലേക്കുള്ളതാണ്. അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് സാരികളും പിന്നെ കുറേ മേക്കപ്പും സ്കിൻ കെയറും ഒക്കെ ഉണ്ട്. ഇത് നമുക്ക് ഇതിലിട്ട് വയ്ക്കാം. എന്നിട്ട് അനിയൻ തൃശ്ശൂർ ഇറങ്ങും. അപ്പോൾ അവന് അമ്മയ്ക്ക് കൊടുക്കാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇങ്ങനെയാണ് തുറക്കുക. അപ്പോൾ ഭയങ്കര കൃത്യമായിട്ടൊന്നും പാക്ക് ചെയ്തില്ല കേട്ടോ. പക്ഷേ ഞാൻ 1 മണിക്കൂർ കൊണ്ട് പാക്കിങ് ചെയ്തിട്ടുണ്ട്. അത് കുറേ സെൽവാസും കുറച്ച് വീട്ടിലുള്ള ഡ്രസ്സും എൻ്റെ ജ്വല്ലറി, മേക്കപ്പൊന്നും അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. എൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതടയ്ക്കാം. ഇതിൽ എൻ്റെ ലാപ്ടോപ്പ്, പിന്നെ ഹാർഡ് ഡിസ്ക്, ക്യാമറ അതെല്ലാം ഉണ്ട്. മറന്നിട്ടില്ല വിചാരിക്കുന്നു. ഇത് ഇമ്മക്കുട്ടിയുടെ കൈ പിടിക്കാനുള്ള ബാഗ് കേട്ടോ. ഓക്കെ, ഇത് ഇമ്മക്കുട്ടി സൂക്ഷിക്കണേ. ഇതിൽ സാനിറ്റൈസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതില് ചെരുപ്പ് ഞാൻ ഒരു 3 ജോഡി എടുത്തിട്ടുണ്ട്. 2 സാരി എടുത്തിട്ടുണ്ട്. കുറച്ച് ബ്ലൗസും സെൽവാസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതും അടയ്ക്കാം. പിന്നെ ഇതില് നമ്മള് ഒരു ദിവസം ഹോൾട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ താമസിക്കുമ്പോൾ ഉള്ള ഡ്രസ്സും ഇമ്മക്കുട്ടിയുടെ 2-3 എക്സ്ട്രാ ജോഡി. തിരിച്ചു വരുമ്പോൾ അതായത് പിറ്റേ ദിവസം ഒരു ദിവസം ഫുൾ ട്രാവൽ ചെയ്തിട്ടുള്ള ബാംഗ്ലൂരോ അല്ലെങ്കിൽ എവിടെയാണ് നിൽക്കുന്നത്, ബെക്കൽ ഒന്നില്ലെങ്കിൽ അവിടെ നിൽക്കും, അതല്ലെങ്കിൽ കാസർഗോഡ് നിൽക്കും. എന്തായാലും അതിന് ശേഷം ആ രാത്രി അവിടെ നിന്നിട്ട് പിറ്റേ ദിവസം വരില്ല. അതിനുള്ള ഡ്രസ്സൊക്കെ ഇപ്പോൾ 1, 2, 3, 4 മെയിൻ ബാഗ്സ് ഉണ്ട്. പിന്നെ ഇമ്മക്കുട്ടിയുടെ ബാഗ്, എൻ്റെ ഹാൻഡ് ബാഗ് ഉണ്ട്. എൻ്റെ ഹാൻഡ് ബാഗിൽ സാനിറ്റൈസർ, കുന്തം കൊണ്ടൊക്കെ വെക്കാനുണ്ട്, മാസ്കുകൾ വെക്കാനുണ്ട്. പിന്നെ ഇത് കാണിച്ചില്ലല്ലോടാ, ഇതുണ്ട്. ഇത് തൃശ്ശൂർക്കുള്ളതാണ്. എൻ്റെ കുറേ സാരികളും അതും ഇതൊക്കെ ഉണ്ട്. പഠിച്ചോളൂ. അമ്മ ഒരു കാര്യം നമ്മൾ ഒരുവിധ ആയ സ്ഥിതിക്ക് ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റട്ടെ. എനിക്ക് നല്ല സങ്കടമുണ്ട് മാറ്റുന്നുണ്ട്. കാരണം ഒറ്റ വീഡിയോ ഷൂട്ട് ചെയ്തുള്ളൂ, ഈ മേക്കപ്പ് ലുക്കിൻ്റെ മാത്രം. അത് കഴിഞ്ഞിട്ട് ഞാൻ 2-3 വീഡിയോ ഒക്കെ പ്ലാൻ ചെയ്തതായിരുന്നു ഷൂട്ട് ചെയ്യാനായിട്ട്. ഞാൻ എന്തായാലും ലെൻസ് എടുക്കട്ടെ കേട്ടോ. ഞാൻ ഇപ്പം എങ്ങനെ എടുക്കണേന്നുള്ളത് കാണിക്കാം. ഞാനിത് പുതിയത് മേടിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ നഖം വെച്ചിട്ട് എടുക്കാൻ പാടാണ്. അധികമല്ല, ചെറുതാണ്, എന്നാലും നഖം കോറോന്നൊരു പേടി. അപ്പം ഇത് വെച്ചിട്ട് എങ്ങനെയാ എടുക്കണേന്നുള്ളത് കാണി. ഉണ്ണി എടുത്താലോ ഒരു പേടിയാവണം എടുക്കണ കാണുമ്പോൾ. ക്ലോസ് ആയിട്ട് പിടിച്ചിട്ട് ഇത് വെച്ചിട്ട് ഇജിനാന്റെ കടി കുടുങ്ങി, ഓന് കിട്ടില്ലേ പോവാൻ നേരത്ത്. ഓക്കെ, ഇങ്ങനെ പിടിച്ചു നോക്കട്ടെ കേട്ടോ. സീരിയസ്ലി കുറച്ചുകൂടെ അകത്തേക്ക്
പൊടിച്ചെടുക്കാൻ പറ്റുമോ? കുത്തിപ്പിടിക്കുന്ന കുറച്ചുകൂടെ പ്രഷർ കൊടുക്ക്. നോക്കട്ടെ. ഇത് ഒരു തവണ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാ? അപ്പൊ ഞാൻ കൈ കൊണ്ട് തന്നെ എടുക്കേണ്ടി വരും. കൈ കൊണ്ട് എടുക്കുന്നത് കിട്ടിട്ടോ. സക്സസ്. അപ്പോൾ നമ്മുടെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞാൻ ഒരു മിനിറ്റ് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചിക്കൻ വറുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിക്ക് വേണ്ടിയിട്ട്. അത് തീർക്കാൻ വിചാരിച്ചു. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വെച്ചതാണ്, ആയിട്ടുണ്ട്. നമുക്ക് രാത്രിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ സുഖമായില്ല കേട്ടോ പാക്ക് ചെയ്തതൊന്നും. സാധാരണ ഞാൻ തലേ ദിവസം തന്നെ പാക്ക് ചെയ്യാറുള്ളത്, പക്ഷെ എന്നാലും ഒരു ദിവസം ഫുൾ എടുത്തിട്ട് പാക്ക് ചെയ്യും. അപ്പോൾ ശരിക്കും നന്നായി സെഗ്രിഗേറ്റ് ചെയ്ത് നന്നായി സോർട്ട് ചെയ്ത് ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇത് ശരിക്കും 1 മണിക്കൂറിലാണ് 1 മാസത്തേക്കുള്ളത് പാക്ക് ചെയ്തിരിക്കുന്നത്. ഏട്ടനല്ല കേട്ടോ, ആ ആൻറ്റിയാണ്. നമ്മൾ ആൻറ്റീനെ ഇപ്പോൾ വിളിച്ചതാണ് മേത്തി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നാളെ ഇപ്പോൾ നമുക്ക് പുറത്തുനിന്ന് മേടിച്ച് കഴിക്കണ്ടല്ലോ. രാവിലത്തെയും ഉച്ചക്കലത്തേക്ക് അങ്ങനെ ഇങ്ങോട്ട് തീരുകയാണെങ്കിൽ നന്നായില്ലേ വിചാരിച്ച ആൻറ്റി ഇപ്പോൾ ഇങ്ങോട്ട് വന്നിരിക്കാം മേത്തി പൊറോട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എന്തെങ്കിലും മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കണം. അങ്ങനെ ആകുമ്പോൾ കുഴിക്കാൻ എളുപ്പമുണ്ട്. നാളെ കുടിക്കാൻ കൊണ്ടുപോകാനുള്ള വെള്ളമാണ് ബോട്ടിലൊക്കെ പിടിച്ച് വെക്കാതെ. പിന്നെ പുറത്തുനിന്ന് മേടിക്കാനല്ലോ. നാളത്തേക്കുള്ള ഭക്ഷണവും വെള്ളമൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. മറ്റന്നാൾ തൊട്ട് മതിയാവും. എത്ര റിമൂവ് ചെയ്യാൻ നോക്കിയിട്ട് ഈ കാതിൽ പോയിട്ടില്ല കേട്ടോ. എന്താണ് എന്താ പറയേ? എന്താണ് പ്രശ്നം? നല്ല നല്ല അമ്മാവനും മോളും രണ്ടാളും കൂടി ഇരുന്നിട്ട് ആ റീൽസ് കണ്ട് ചെറുക്കാൻ നിർത്തിയേ. എന്ത് ബൈക്ക് ഓടിക്കുമ്പോ എന്താ ചെയ്യണ്ട? ആദ്യം ഇത്രയും നല്ല നല്ല വാല്യൂസ് പഠിക്കുന്ന എന്നോട് രണ്ടാളും കൂടി ഇരുന്ന് റീൽസ് കാണുക. മറ്റേ എന്താണ് ബിടെക് മാമനും കുഞ്ഞുവാവയും അതുപോലെ. നമ്മുടെ ബ്ലൂവിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ. അബിക്കുട്ടൻ്റെ വീട്ടിൽ കൊടുത്തു. അവിടെ ഓൾറെഡി തന്നെ ഒരു അതിൻ്റെ പേരെന്തായിരുന്നു, പോപ്പിയോ, അബിക്കുട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ അവിടെ ഇരുന്നോളൂ ഒരു മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള മുട്ട റോസ്റ്റാണ്. നമുക്ക് മുട്ട വേവിക്കാൻ വെക്കാം. ഒരു മുട്ട ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ കാണാൻ ഭയങ്കര പാടാ. കുറച്ച് വിനാഗിരി വയ്ക്കാം. എന്തിനാടാ വിനാഗിരി വയ്ക്കുന്നത്? പറയൂ. അല്ല, മുട്ട പൊട്ടി തകരാണ്ടിരിക്കാൻ കുക്കറിൽ വയ്ക്കുമ്പോൾ പ്രഷർ കാരണേ. എന്താല്ലേ ഈ ഒരു എഞ്ചിനീയർ അല്ലേ, ഇതൊന്നും അറിയില്ല. ഇനി നമുക്ക് കുറച്ച് ഇടാട്ടോ, ഉള്ളി. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി. ഇത് ഇത്രയും വേണ്ട കേട്ടോ ശരിക്കും. പക്ഷേ ഇനിയിപ്പോൾ എടുത്ത് വെച്ചിട്ട് എന്തിനാവും? ഞാനത് ഫുള്ള് ഇടുക. കഴിഞ്ഞു. എല്ലാം ക്ലിയർ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജ് എല്ലാ ചേച്ചിക്ക് കൊടുത്തു. അതുകൊണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ചേച്ചിയെ വിളിച്ചത്. മേത്തി പൊറോട്ട ഉണ്ടാക്കിയ ചേച്ചി. 3-4 ചപ്പാത്തി ഉണ്ട്, മേത്തി പൊറോട്ട ഉണ്ട് കേട്ടോ. അതിന് മുട്ട റോസ്റ്റാണ് നമ്മളിപ്പോൾ കറി ഉണ്ടാക്കണം. ഫ്രിഡ്ജിലുള്ളത് എല്ലാ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ തീർത്തു നമ്മൾ. ഉള്ളി ഒക്കെ നിറയെ ഉണ്ടായിരുന്നു. നമ്മൾ ഇത്ര പെട്ടെന്ന് പോണ്ടി വരുമെന്ന് വിചാരിച്ചില്ലല്ലോ. പക്ഷെ ആ ചേച്ചിയുള്ള കാരണം എന്ത് നല്ല ഹെൽപ്പായെന്നറിയോ. അതിപ്പോൾ നാളെ നമുക്കിതൊന്നും പുറത്തുനിന്ന് കഴിക്കണ്ടല്ലോ. അപ്പം അത്രയും സമയം ലാഭിക്കാം. അതൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. അതാ ഒരു ദിവസം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. രണ്ടാമത്തെ ഇപ്പം മുട്ട തകർന്ന് പൊട്ടിക്കാണ്. നമുക്ക് ഇനി എല്ലാ മസാലകളും ഇടാം കേട്ടോ. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി കേട്ടോ. ഗരം മസാല ഇടാം. അതിനെക്കാട്ടും മുന്നേ ഒരു നുള്ള് ജീരകപ്പൊടി ഇടാം കേട്ടോ. പിന്നെ കുറച്ച് ചിക്കൻ മസാല ഇടാം, മതി. ഇളക്കി പോകും. അങ്ങനെ അല്ലായിരുന്നു, ആദ്യം പൊടി മാത്രമായിട്ട് ഇളക്കണമായിരുന്നു. എന്തായിട്ടാ? എന്നിട്ട് ഫുള്ളായിട്ട് ഇളക്കണമായിരുന്നു. ഞാൻ വിചാരിച്ചു നിനക്ക് അറിയായിരിക്കുന്നു. ഇനിയിപ്പോൾ സാലറി എല്ലാം കൂടി ഇറക്കിക്കോളും. നമ്മൾ മെയിനായിട്ടൊരു കാര്യം മറന്നു കേട്ടോ. കുറച്ച് മുളക് പൊടി. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. അയ്യോ, നീ വഴട്ടി ഇപ്പോൾ നല്ലൊരു കുഴഞ്ഞൊരു എന്തായി മുക്കുട്ടി പരിവത്തിലായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യാം? തക്കാളി ഇടാം. ഉണ്ണിയാട്ടോ ഫുള്ള് ഇളക്കുന്നത്. അപ്പം അതുകൊണ്ട് ഈ കറി നന്നായ ഫുൾ ക്രെഡിറ്റ് ആർക്കും കുട്ടി? മോശമായാൽ അയ്യോ,
ഈ റോസ്റ്റ് ശരിക്കും നല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷെ വഴട്ടി നിൽക്കാതെ ഒരു ക്ഷമ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. എത്രയും വഴട്ടുന്നു അത്ര രസമുണ്ടാവും. എസ്പെഷ്യലി ഉള്ളി ഉണ്ടല്ലോ, നന്നായിട്ട് വഴറ്റിയെടുത്താൽ ഭയങ്കര സൂപ്പറാണ്. തക്കാളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അടച്ചു വേവിക്കാം കേട്ടോ. ശരിക്കും നല്ലോണം വഴട്ടി നല്ല അടിപൊളിയാക്കി എടുക്കാൻ പറ്റും, റോസ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. പക്ഷേ നമുക്ക് ഇവിടെ നിർത്താം, കുറേ നേരമായില്ല ഇളക്കുള്ളൂ. നമുക്ക് മുട്ട ഇടാം, ലാസ്റ്റ് ഒരു കുഴിക്കിടാം, മുട്ടയും കൂടി ഇടാം. ഇനി ഒന്ന് പൊതിഞ്ഞ് വെക്കുമോ. ഈ മുട്ട നമുക്ക് ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴട്ടി അങ്ങനെ എന്തെങ്കിലും ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ പൊട്ടിയ മുട്ട ഈ കോലത്തിലേക്ക്. അപ്പോൾ മുട്ട റോസ്റ്റ് റെഡി. ഭയങ്കര ഡ്രൈ അല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാനും കഴിക്കാനും ഒക്കെ എളുപ്പം. നമ്മളിപ്പോൾ ലാസ്റ്റ് ഒരു നുള്ളും കൂടി പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു നുള്ളും കൂടി എന്നല്ല, ഒരു നുള്ളു പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അടച്ചു വെക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് 2-3 പാത്രം കഴുകാനുണ്ട്. ഇത്രയും 9:45 ചെടിക്ക് വെള്ളം നനയ്ക്കണം. നമുക്ക് സൗമിച്ച് വെള്ളം നനയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടമ്മ വെള്ളം നനയ്ക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെടിയുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനൊന്നുമില്ല. നമുക്കിന്ന് കുറച്ച് അധികം വെള്ളമൊക്കെ നനയ്ക്കാം. നമ്മളിത് ഈ മുട്ടക്കറി പാക്ക് ചെയ്യാണ്. തണുത്തിട്ടുണ്ട്, തണുത്തുമായിട്ടാ. ഞാൻ കുറച്ച് 2-3 മാത്രമേ കഴുകാള്ളൂ. അതും കൂടി കഴിഞ്ഞാൽ നമുക്ക് അടുക്കള കൂട്ടാം. നാളെ കട്ടൻ ചായ ഉണ്ടാക്കാം അല്ലേ? അയ്യോ എന്റെ കണ്ണ് കണ്ടോ, കൺമഷി ഫുള്ള് ആണോ? ഗുഡ് നൈറ്റ് ബേബി. ഐ യു എക്സൈറ്റഡ്? യെസ്. ഗുഡ് മോർണിംഗ് സുന്ദരീസ്. എനിക്കിപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, വേഗം റെഡി ആവട്ടെ. ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പില്ലോ കവർ ഉണ്ട്, ഒരു പില്ലോ എടുക്കാൻ വെച്ചിട്ടാണ്. വേഗം ഇറങ്ങാൻ, നമുക്ക് ലേറ്റ് ആവാൻ പറ്റില്ല. ഞാൻ കുറച്ച് ചായ കുടിക്കാൻ വിചാരിക്കുന്നു, ഒരു ഉഷാറിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പറ്റും. ഇവൻകുട്ടി എണീറ്റു, പല്ലേച്ചു, ശുശിച്ചു അല്ലേ? ഫുൾ സാധനങ്ങളാ. എനിക്ക് കുട്ടിക്ക് പോലും ഇരിക്കാൻ സ്ഥലമില്ല. പിന്നില് ഡിക്കി ഫുള്ള് സാധനങ്ങള് കണ്ടോ, ഇവിടെ ഫുൾ സാധനങ്ങൾ. ഒരു തലോണ എടുത്തിട്ടുണ്ട്. എനിക്ക് സിംകുട്ടിക്ക് ഉറങ്ങണമെങ്കിൽ അതിൻ്റെ ഇങ്ങനെ തല ചായച്ച് ഉറങ്ങിക്കോളൂ കേട്ടോ. ഓക്കെ, ഞാനും ഉറങ്ങാൻ പോവാം. ഒട്ടും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഒട്ടും വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ ഫുൾ ചെക്ക് ചെയ്തു. ചെടിക്കൊക്കെ ഒന്നും കൂടി വെള്ളം ഒഴിച്ചു. മീനെ കൊടുത്തു, ഉറങ്ങിക്കോളൂ കേട്ടോ. ഇങ്ങോട്ട് ചെടിയുമ്പോൾ എല്ലാം കൂടി ഞങ്ങളുടെ മേത്തേക്ക് ഞങ്ങൾ പലായനം ചെയ്യാം. പലായനം അങ്ങനെയല്ല ഏട്ടാ പറയാ? അത് എന്താ എനിക്കറിയില്ല. ഞാൻ പണ്ട് ഒരിക്കൽ ഞാൻ തനിയെ പോയിട്ടുണ്ടായിരുന്നു ബാംഗ്ലൂർ ടു ട്രിവാൻഡ്രം ആണോ ഏട്ടാ, അത് തൃശ്ശൂരാണോ? ട്രിവാൻഡ്രം തന്നെയാ തോന്നുന്നു. അപ്പൊ അച്ഛനും അമ്മയൊക്കെ ഇവിടെയായിരുന്നു കേട്ടോ. ആസ് യൂഷ്വൽ ഞാൻ തനിയല്ലേ പോടാം. കുറേ ലഗേജ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് എത്ര എടുത്തിട്ടും തീരണില്ല അത്. അപ്പോൾ ഒരു പയ്യൻ ഞങ്ങളുടെ എന്തായിരുന്നേട്ടാ അതിന് പറയാ, കൂപ്പയോ കൂപ്പാന്നല്ലേ പറയാ, കൂപ്പയിലുണ്ടായിരുന്ന ഒരു പയ്യനോട് ചോദിച്ചു, ഇത് എന്നെ പലായനം ചെയ്യുവാന്നോ അങ്ങനെ ചോദിച്ചു. അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഈ വേർഡ് കേൾക്കണം. പലായനം എന്ന് വെച്ചാൽ നാട് വിട്ട് പോവാന്നാ, ഒളിച്ചോട്ടോ അങ്ങനെയാണോ ഉദ്ദേശിച്ചേ? അയ്യോ എനിക്ക് അർത്ഥം അറിയില്ലായിരുന്നു. അർത്ഥം അറിയായിരുന്നു ഞാൻ ഇടിച്ച് ചമ്മന്തി ആക്കിയാണ് അല്ലേ? നന്നായി, അതുകൊണ്ട് ആള് രക്ഷപ്പെട്ടു അല്ലേ? ഉറങ്ങിക്കോളൂ. എന്തിനപ്പോ ഇത്ര നേരത്തെ എണീറ്റിട്ട്? ഇഷ്ടം പോലെ ദൂരമുണ്ട്. 2 ദിവസം. നമ്മൾ ഇന്ന് രാത്രി നമ്മളെവിടെയായിട്ടൊന്ന് താമസിക്കുക? ഒരാൾ അവിടെ തന്നെ നിക്കണ്ടല്ലോ, എന്താ കേറി വരാത്ത? ഇതിവിടുത്തെ ഫിഷ് മാർക്കറ്റ് ആണ് കേട്ടോ. അത് മഡ്ഗാവാണ് സ്ഥലം. ഹിന്ദു ദേവി നോക്കിയിട്ട് എത്ര ആൾക്കാരാ! ഓ ബാറ്റ്സ്മാൻ നിറയെ ആൾക്കാർ. വലിയ ഫിഷ് മാർക്കറ്റ് ആണ് കേട്ടോ. ഫിഷ് മാത്രമല്ല ഓരോ സംഗതികളൊക്കെ ഉള്ള, ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാട്ടോ കാണാൻ. ഇത് എന്താണ്? ഇത് കർണാടക ബോർഡർ എത്തിയോ നമ്മള്? വെൽക്കം ടു കർണാടക. ഓക്കെ, അപ്പം നമ്മൾ ഈ കർണാടക ബോർഡറിലെത്തി. മുക്കുട്ടി നല്ല ഉറക്കം. ഇവിടെ ചെക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ എന്തായാലും ചെക്കിംഗ് ഉണ്ടാവും. അവർ മാക്സിമം നോക്കും എന്താ ഏതാന്നൊക്കെ ചോദിക്കും. എസ്പെഷ്യലി നമ്മുടെ കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടിയാണല്ലോ, നമ്മളിതുവരെയും ഗോവയ്ക്ക് മാറ്റിയിട്ടില്ല. പിന്നെ അതിൻ്റെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏട്ടൻ്റെ അത് ചോദിക്കാൻ അന്വേഷിക്കാൻ വേണ്ടി പോയി. മുക്കുട്ടി നല്ല ഉറക്കാട്ടോ. തലവണ്ണയുടെ അവിടെ ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്.
നല്ല സുഖമായിട്ട് ഇറങ്ങുന്നുണ്ട്. സ്ഥലം ഇല്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ചു വരുമ്പോൾ എന്തായാലും ഇത്ര ലഗേജ് ഉണ്ടാവില്ല. കുറേയൊക്കെ നാട്ടിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഉണ്ണിയുടെ ലഗേജും ഉണ്ട്. എന്താ ചേട്ടാ ചോദിച്ചേ ഉള്ളൂ? വേറെ ഒന്നും ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല അല്ലേ? ഇതിപ്പോ കർണാടക ബോർഡർ അല്ലേ ഏട്ടാ? ചെക്കിംഗ് ഒന്നും ഉണ്ടായില്ല കേട്ടോ, ജസ്റ്റ് ചോദിച്ചേ ഉള്ളൂ. ആർക്കും വരുന്നത് ഞാനും അറിയാലോന്ന് ആലോചിക്കുന്നുണ്ട്. നമ്മളിപ്പോ കർണാടക ബോർഡർ കുറച്ച് കടന്നു. ഇതേ നമ്മള് ഇവിടെ ഒരു ഹൈവേയിൽ ജസ്റ്റ് ഒന്ന് പാർക്ക് ചെയ്ത് ഇങ്ങനെ നിക്കാട്ടോ. അല്ല നിക്കല്ല, നമ്മൾ ഈ ഭക്ഷണം കഴിക്കാൻ പോവാ. വിശന്നിട്ട് വയ്യാം. സമയം എത്രയാടാ? അയ്യടാ 10 മണി. അമ്മയും ഒക്കെ മാച്ചിങ് നമ്മുടെ ഫുഡ് എങ്ങനെയായിട്ടാ കഴിക്കണ്ടേ? ഓക്കെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ മേത്തി പൊറോട്ട എടുത്തു. ഇമ്മക്കുട്ടിക്ക് ഒരു ചപ്പാത്തി പിന്നെ മുട്ട റോസ്റ്റ്. ആ ചേച്ചി ഇന്നലെ വന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ മേത്തി പൊറോട്ട. എന്താ എക്സ്പ്രഷൻ? എന്താണ് എക്സ്പ്രഷൻ? ഇമ്മക്കുട്ടിക്ക് മുട്ട കൂട്ടി തരാം അമ്മ. നമ്മള് കൈ കഴുകാനുള്ള വെള്ളമൊക്കെ എടുത്തിട്ടുണ്ട്. ഇമ്മക്കുട്ടി കട്ടൻ ചായ മെല്ലെ, നല്ല ചൂടുണ്ട്. നോക്കിയിട്ട് ഒന്ന് പിടിക്കടാ. നോക്കി കുടിക്കണേ. ചൂടാണോ ചെറുക്ക? രാവിലെ ആയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫ്ലാസ്കിലാക്കി ഒരു വലിയ ഫ്ലാസ്ക് നിറയെ കട്ടൻ ചായ എടുത്തു. ഒരു 7-8 ബോട്ടിൽ വെള്ളം എടുത്തു. ഇന്നത്തെ വെള്ളം സോർട്ടഡ് ആണ്. ഇനിയിപ്പോൾ ഇന്ന് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വേണമെങ്കിൽ നാളേക്കുള്ള വെള്ളം മേടിക്കാം. നമുക്ക് മിനറൽ വാട്ടറൊക്കെ മേടിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പക്ഷെ അത്ര സ്ഥലമൊന്നും ഇല്ലാണ്ട് എനിക്ക് ഇരിക്കാൻ സ്ഥലമില്ല. ഇതാണ് അവസ്ഥ. ഇതാണ് ഫുൾ കഴിക്കാനുള്ള സാധനങ്ങളാണ്. ഇത് ഇത്രയും ബാഗ്, പിന്നെ ഡിക്കിയിലെ ബാഗ് വേറെയാണ്. എന്താടാ നമ്മുടെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു. എനർജി വന്നോ? എല്ലാവർക്കും എനർജി വന്നോ? ഇവൾക്കൊക്കെ ഇനി മെസ്സേജ് അയക്കണം. നമ്മുടെ ഫാമിലി ഗ്രൂപ്പും ഫ്രണ്ട്സ് ഗ്രൂപ്പിലേക്കൊക്കെ മെസ്സേജ് അയക്കണം. അപ്പൊ എങ്ങനെയുണ്ടടാ? ഓക്കെ ആണോ? ആണോ? എങ്ങനെയുണ്ടായിട്ടാ? സൂപ്പർ. എത്ര കിലോമീറ്റർ ഓടി ഉണ്ടാവും? എത്രയാ എനിക്കറിയില്ല കേട്ടോ. ഉണ്ണി പറയടാ, എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും? ആണോ? ഇപ്പൊ ഇമ്മക്കുട്ടിക്ക് ഒരു ക്ഷീണം പോലെ കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട് പൊന്നു? ഇപ്പൊ റെഡി ആയോ? ഓക്കെ. ഇമ്മക്കുട്ടി കൂടുതലും ബാക്കിൽ തന്നെയാട്ടോ വരുന്നത്. ഒന്നില്ലെങ്കിൽ എൻ്റെ ഒപ്പം, അല്ലെങ്കിൽ ഉണ്ണിയുടെ ഒപ്പം, അല്ലെങ്കിൽ ഏട്ടൻ്റെ ഒപ്പം. ഇടയ്ക്ക് തന്നെ കുറച്ച് നേരം ഫ്രണ്ടിൽ വരും. ബാക്കിൽ ഇരിക്കുന്നത് തന്നെയാണല്ലോ സേഫ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ്, ഞങ്ങൾ 3 പേരും മാത്രമല്ലല്ലോ, ഉണ്ണിയുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാഴ്ചകളൊക്കെ കണ്ട് നേരം പോയി അങ്ങനെ. അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ശരിക്കും കേട്ടോ. അപ്പം നമ്മൾ ഇവിടെ ഇളനീരിൻ്റെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. മെയിനായിട്ട് കഴുത്തുവേദനയാണ്. ഇപ്പല്ല അവിടെ പോയി നമുക്ക് ഇളനീര് കുടിക്കാം കേട്ടോ. ഈ സൈഡിലേക്കൊന്നും അങ്ങനെ ആരും മാസ്ക് ഇടുന്നില്ല കേട്ടോ. നമ്മൾ വണ്ടിയിൽ വരുമ്പോഴൊക്കെ നോക്കുമ്പോൾ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. ഒരു പ്രത്യേക തരം കത്തി കേട്ടോ. ഊരിക്കോളൂ കേട്ടോ, കുടിച്ചോളൂ. നല്ലാണോ ബേബി? ക്ഷീണിച്ചോ? സ്ഥലമുണ്ടോ? എന്തോ ഇഷ്ടം പോലെ സ്ഥലമുണ്ട് കേട്ടാ അല്ലേ? ഈ കിടന്നോളൂ കുറച്ചു നേരം. ഉറങ്ങുണ്ടോ? AC കിട്ടുന്നുണ്ടോ? ഞങ്ങള് 2 പേരും AC ഓൺ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. ഞങ്ങക്ക് AC ഇല്ലാണ്ട് പറ്റില്ല, ബാറ്ററി കിട്ടുന്നില്ല. സാരില്ലാട്ടാ. നമ്മളിപ്പോ കാസർഗോഡ് എത്തിയിട്ടോ. 3:30 സമയം. ഇത് ഭക്ഷണം കഴിച്ചിട്ടില്ല. നമ്മളിവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിർത്തിയിരിക്കാം. നമ്മൾ ഭക്ഷണം കഴിക്കാം. ഇടയിൽ ഇമ്മക്കുട്ടി നമ്മൾ ഇളനീരൊക്കെ കുടിച്ചില്ലേ, അത് ഫുള്ള് വോമിറ്റ് ചെയ്ത് ആകെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം എങ്ങനെയുണ്ട് ബേബിക്ക്? കുഴപ്പമില്ല അല്ലേ? നോക്കാം. ഇപ്പോൾ ഭേദമായില്ലേ നന്നായിട്ട്? നിങ്ങളെടുത്ത് കഴിച്ചോ? ആണോ ഏട്ടാ? ഇമ്മക്കുട്ടിക്ക് റസ്ക് അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ ചൂട് സഹിക്കാൻ വയ്യ കേട്ടോ സീരിയസ്ലി. അപ്പോൾ ഇതേ നമുക്ക് ബാക്കിയുണ്ട് മേത്തി പൊറോട്ടയും പിന്നെ ക്ഷീണിച്ചു കേട്ടോ. ക്ഷീണിച്ചു.
എന്നാലും നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും കൂടുതൽ ദൂരം കവറായി. കുഴപ്പമില്ല. കുഞ്ഞുമോക്ക് വയ്യാണ്ടായോ? കുഴപ്പമില്ല കേട്ടോ. കുട്ടിക്ക് വയ്യാണ്ടായപ്പോഴാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞു. ഹാർഡ്ലി ലൈക്ക് 20 minutes എടുത്തോളൂ. 20-30 minutes ഒക്കെ എടുക്കുള്ളൂ. ഒന്ന് ഫ്രഷ് ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് കഴിയുന്നില്ല. ഇമ്പാമൊക്കെ ഇട്ട് നിമക്കുട്ടി കുട്ടി എന്താ കഴിക്കണേ? അപ്പൊ നമ്മള് പോവാണ്. ഏട്ടാ പോവാം. ഉണ്ണി സ്റ്റാർട്ട്. റെഡി സ്റ്റഡി ഗോ. നമ്മള് കണ്ണൂര് നമുക്ക് ഹോൾട്ട് ചെയ്യാം. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് കുറച്ചു നേരം കഴിഞ്ഞ് കുട്ടി പിന്നിലേക്ക് പോകും അല്ലേ? ഹായ് ഗൈസ്, നമ്മളൊരു 7 മണി കൊടുക്കണേ എത്തില്ല കേട്ടോ കണ്ണൂര്. പിന്നെ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാ അങ്ങനെ പോവാണ്. ഞാൻ കുറച്ചു നേരം ഉറങ്ങിട്ടോ. ഒരു മേ ബി ലൈക്ക് 15-20 minutes ഉറങ്ങിയിട്ടുണ്ടാവും. എനിക്ക് സൂസ് വയ്ക്കണം എന്നുണ്ട്. ഇപ്പം ഇത്രയും നേരം ആയ സ്ഥിതിക്ക് ഞാൻ വിചാരിക്കണം എന്തായാലും കണ്ണൂർ എത്തിയിട്ട് നമ്മൾ താമസിക്കണം ഒപ്പം ആവാന്നാണ് വിചാരിക്കുന്നത്. അതുവരെ എനിക്ക് പിടിച്ചിക്കാൻ പറ്റുമായിരിക്കും. എങ്ങടാ പോണേ? കേരളോ? കേരളത്തിലെവിടെ? നാട്ടിലെവിടെ? നാട്ടിലെവിടെയാ സ്ഥലം പറയൂ. പാലക്കാട് ആരാളേ? പിന്നെ ആരാ? ഉണ്ണിമാമ ഇപ്പൊ നമ്മുടെ ഒപ്പം അല്ലേ? Are you excited baby? ഇമ്മക്കുട്ടി നാട്ടിലെത്തുമ്പോ എന്താ പറയാ? മറ്റേ അതിലാ എന്താണ് ആ ക്യാരക്ടറിന്റെ പേരെന്തായിട്ട് ആ കാർട്ടൂണില്? ബബ്ലി അല്ല, മറ്റേ മലയാളത്തിലെ കാർത്തുമ്പിയോ? കാർത്തുമ്പി അല്ല, പൊന്നുവോ? പൊന്നു അല്ല. എന്താണ്? ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്. പട്ടണത്തിൽ ഇതുവരെ ഒരു കാഴ്ചകളും ഇല്ല. പിന്നെ ഇതത്ര നാട്ടിലെത്തിയാ പറയാ. അതാരാടാ പറയണേ? ഈ പട്ടണത്തിൽ എന്തോരം കാഴ്ചകളാ, അതാരാ പറയണേ? മാമാട്ടി. ഒരു കാർട്ടൂണിൽ അത് എപ്പോഴും പറയും. എപ്പോഴും കുട്ടി പറഞ്ഞോളൂ. ഈ ഗ്രാമത്തിൽ എന്തോരം കാഴ്ചകളാണ്. പട്ടണത്തിൽ ഇതുവരെ ഒരു കാഴ്ചകളും ഇല്ല. That's so funny എന്നുള്ളത് വേറെ കാർട്ടൂണില്ല അല്ലേട്ടാ? അത് വേറെ കാർട്ടൂണ്. അതെന്നെ എപ്പോഴും പറഞ്ഞെടുക്കും. ഇനി നാട്ടിൽ പോയിട്ട് അത് അത്ര പറയാൻ പോണേ. ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കണ്ണൂർ. What are you guys doing? പാട്ട് പാടാണോ? ഇതിനകത്ത് എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ നൈസായിട്ട് ഫ്രണ്ടിലേക്ക് വന്നു കേട്ടോ. താതിനന്ദ 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 തെയ്യന്താര, താതിനന്ദ 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 തെയ്യന്താര, കറുകറുക ചെറുകറുക ചെമ്പക ജീരക വിത്തെല്ലാം വാരിപ്പാകുന്നേ, മത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യപ്പം ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. താതിനന്ദ 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 തെയ്യന്താര, താതിനന്ദ 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 തെയ്യന്താര, കറുകറുക ചെറുകറുക ചെമ്പക ജീരക വിത്തെല്ലാം വാരിപ്പാകുന്നേ, മത്ത പൂത്തതും കാപ്പറിച്ചതും കറിക്കരിഞ്ഞതും നെയ്യപ്പം ചുട്ടതും നീ അറിഞ്ഞോടി, അടുത്ത വീട്ടിലെ കറുത്ത പെണ്ണേ മീനാക്ഷി. ഏത് സിനിമയിലെ പാട്ടായിട്ടാ? ഏതോ സിനിമയില് ആണോ? ആ സിനിമ പാട്ടല്ല ഇത്. അല്ല, ഇന്ന് പക്ഷെ നല്ല കേട്ട് പരിചയമുണ്ട്. കോഴി വരുന്നേ ഞാൻ ഞാൻ പൂച്ച വരുന്നേ തവള വരുന്നേ കാക്ക 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 ഓ ഓ ഓ ഓ ഓ ചോറാണ് എന്തും ചെയ്യും പാടി നമ്മൾ കണ്ണൂരെത്തിയിട്ടാ. ഇവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരണ വഴിക്ക്. അപ്പോൾ സമയം എത്രയുടെ സമയം? 7 മണി. നമ്മൾ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഇപ്പോൾ 7 മണിക്ക് എത്തി. 7 മണിക്കാണ് കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഇടയിൽ നമ്മൾ ഭക്ഷണം കഴിക്കണം സമയമൊക്കെ പോയി.
പക്ഷെ എന്നാലും കുഴപ്പമില്ല. കണ്ണൂർ എത്തിയല്ലോ. ഇനിയിപ്പോൾ നാളെ രാവിലെ നേരത്തെ ഇങ്ങോട്ട് എനിക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് കണ്ണൂർ എവിടെയെങ്കിലും സൂപ്പറായിട്ടുള്ള സ്ഥലം നോക്കി ഭക്ഷണം കഴിക്കാൻ പോകണം. കണ്ണൂർ നല്ല അടിപൊളി ഫുഡൊക്കെ കിട്ടും. ജസ്റ്റ് ഒന്ന് റൂം കാണിച്ചു തരാം. യു ഗൈസ് പ്ലീസ് മൂവ്. ഒരിക്ക ഡ്രസ് ഇല്ലാണ്ട് നിൽക്കാതെ. അയിമ്പക്കുട്ടി ഡ്രസ് അച്ഛൻ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു കുട്ടി റൂമും ഒരു ബാത്റൂം അത്രയല്ലേ വേണ്ടൂ നമുക്ക്. ഈ ഒരു രാത്രി മാത്രമല്ലേ, അതല്ലെങ്കിലും 2 ദിവസമൊക്കെ ആണെങ്കിലും സുഖമായിട്ട് സ്റ്റേ ചെയ്യാം കേട്ടോ. നീറ്റാണ്, നമ്മൾക്ക് അതല്ലേ വേണ്ടത്. നീറ്റായിട്ടുള്ള സേഫ് ആയിട്ടുള്ള റൂമല്ലേ വേണ്ടത്. നല്ല റേറ്റിംഗ് കണ്ടു ഗൂഗിളിൽ. അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ ബുക്ക് ചെയ്യാനായിട്ട് ചെയ്തത്. നമ്മൾ ഇങ്ങനെ കടന്നു വരുമ്പോൾ ഇത് ഞാനൊന്ന് മ്യൂട്ട് ചെയ്യട്ടെ ഒരു സെക്കൻഡ്. അപ്പൊ നമ്മളിവിടെ കടന്നു വരുമ്പോൾ ചെറിയൊരു മിററും അല്ല, ചെറുതല്ല, അത്യാവശ്യം വലിയൊരു മിറർ, ഒരു കുട്ടി കബോർഡ് ഉണ്ട്. നമുക്ക് ചായ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അവർ തരൂ കേട്ടോ. പിന്നെ ഇങ്ങോട്ടേക്ക് ബാത്റൂമാണ്, നീറ്റായിട്ടുള്ള ബാത്റൂമാണ്. ഒരു കുട്ടി ബാത്റൂം, ഒരു കുഞ്ഞി ഷവർ ഏരിയ ഉണ്ട്. പിന്നെ നമ്മളൊരു എക്സ്ട്രാ ബെഡ് ചോദിച്ചിട്ടുണ്ട് അനിയനുള്ള കാരണം, ഉണ്ണിക്ക് വേണ്ടിയിട്ട് ഒരു എക്സ്ട്രാ ബെഡ്. പിന്നെ ഓക്കെ, ഇതാ ഇവിടെ ഒരു കബോർഡ് ഉണ്ട്. ഒന്നും വെച്ചിട്ടില്ല നമുക്ക് തുറക്കാൻ കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഒരു ടേബിളും ഒരു കുട്ടി സ്റ്റൂളും ഒക്കെ ആയിട്ടുണ്ട്. ഒരു TV ഉണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഭയങ്കര സ്പേഷ്യസ് ഒന്നുമല്ല, എന്നാൽ അത്യാവശ്യം സൗകര്യം ഉള്ള ഒരു റൂമാണ്. നീറ്റാണ് കേട്ടോ സംഗതി, കുഴപ്പമൊന്നും പറയാനില്ല. ഞാൻ വേഗം പോയി കുളിക്കട്ടെ കേട്ടോ. ഒരു രക്ഷയില്ല, ഇമ്മക്കുട്ടീനെയും കുളിപ്പിക്കണം വേഗം. എൻ്റെ പണിയൊന്ന് വേഗം തീർക്കട്ടെ. അത് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കാൻ പോവാം കേട്ടോ. എനിക്ക് സന്തോഷം. നമ്മള് എല്ലാ പെട്ടികളൊന്നും എടുത്തിട്ട് വന്നില്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അതിന് സമയം ഉണ്ടാവുള്ളൂ. നമ്മൾ ഗാഡ്ജറ്റ്സ് ബാഗ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കാറിൽ വെക്കുന്നത് സേഫ് അല്ലല്ലോ. പിന്നെ ഈറ്റബിൾസ് എല്ലാം എടുത്തിട്ടുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഈ ഒരു സൽവാർ ഇടാമെന്നാണ് വിചാരിക്കണേ. വേണ്ട കണ്ണാമ്മയുടെ ബാഗ് വിടും, ബാഗിൽ തൂങ്ങിയാ നടക്കണത്. അപ്പൊ നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാണ് കേട്ടോ. MVK ഉണ്ട്, MVR ഉണ്ട്. ഞാൻ ഇൻസ്റ്റയില് MR സോറി കേട്ടോ, ഇൻസ്റ്റയില് സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്തു, കുറെ റെസ്റ്റോറൻറ്റ്സ് പറഞ്ഞു. അപ്പൊ അതിനകത്ത് ഏറ്റവും അധികം പേര്, കണ്ണൂർ ടൗണിലെ ഏറ്റവും അധികം പേര് പറഞ്ഞിട്ടുള്ളത് ഈ 2 റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ. അപ്പം നമുക്ക് MVK ആണ് അടുത്തുള്ളത്. അപ്പോൾ നമുക്ക് അവിടെ പോവാം. ഞങ്ങളിത് ഈ ബാഗൊക്കെ എടുത്തിട്ടാണ് പോണേ. ലാപ്ടോപ്പ് ബാഗല്ലേ, ടെൻഷനാണ്. നമ്മൾ കുറച്ച് പേടി അധികം ഉള്ള കൂട്ടത്തിലാണ് കേട്ടോ. വരാളത് വഴി തന്നില്ല എന്ന് പറയും, പക്ഷെ എന്നാലും നമ്മൾ സൂക്ഷിക്കേണ്ടേ. എൻ്റെ യൂട്യൂബ് കാര്യങ്ങളും ഒക്കെ ഉള്ള ലാപ്ടോപ്പല്ലേ. അതുകൊണ്ട് ഞാൻ പിന്നെ ലാപ്ടോപ്പ് എടുത്തു. ഏട്ടന് ലാപ്ടോപ്പും എടുത്തിട്ടുണ്ട്. ഈ ബാഗും കൊണ്ടാണ് ഞങ്ങൾ പോണത്. നമ്മളിവിടെ വന്ന് എനിക്ക് കുറച്ചധികം മെയിൽ അയക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഏട്ടനും ഓഫീസിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തപ്പോൾ വൈകിപ്പോയി. അല്ലെങ്കിൽ ശരിക്കും ഈ സമയം കൊണ്ട് ഭക്ഷണം കഴിഞ്ഞ് വരേണ്ടതായിരുന്നു. എന്നാലും നമുക്ക് പോയി നോക്കാം. കണ്ണൂരല്ലേ, ഭക്ഷണം കിട്ടാനാണോ ബുദ്ധിമുട്ട് അല്ലേ. MVK റെസ്റ്റോറൻറ്റ്. നമ്മൾ നെയ്ച്ചോറും പിന്നെ പൊറോട്ടയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബീഫൊന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. ഈ സമയമായതുകൊണ്ട് അടയ്ക്കാറായി. എന്നാലും ബാക്കി കുറച്ച് നേരം തൊട്ടടുത്താട്ടോ. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഭയങ്കര അടുത്താണ്. അത് വേസ്റ്റ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പറഞ്ഞു. നമ്മളെ ഒരാൾ കണ്ടു. ആദ്യമായിട്ടാണ് 1.25 വർഷത്തിന് ശേഷം ഒരാളെന്നെ ഐഡന്റിഫൈ ചെയ്യുന്നത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ടല്ലോ അല്ലേ ഏട്ടാ, നല്ലോണം ഉണ്ടല്ലേ. ഇത് പെപ്പർ ചിക്കനാ, ഇത് പെപ്പർ ചിക്കൻ, ഇത് ബിരിയാണി, ഇത് ചിക്കൻ റോസ്റ്റ്, ഇത് നെയ്ച്ചോറല്ലേ, നെയ്ച്ചോർ, സാലഡ്, അച്ചാർ. ഓ മൈ ഗോഡ്, ഏതിന്ന് തുടങ്ങണം എന്നുള്ളതാണ് സംശയം. നമുക്ക് പൊറോട്ടയും പിന്നെ എന്താ ചിക്കൻ റോസ്റ്റ് നോക്കാം കേട്ടോ. പൊറോട്ട നല്ല സോഫ്റ്റാണ്. അയ്യോ, എത്ര നാളിന് ശേഷം ഒരു കേരള പൊറോട്ട കഴിക്കണല്ലേ ഏട്ടാ. ബിരിയാണി എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റാ അല്ലേ. അയ്യോ, താങ്ക് യു സോ മച്ച് കേട്ടോ. എല്ലാവരും പറഞ്ഞുകൊണ്ടായിരുന്നു ഇത് ഇതാണെന്ന് മനസ്സിലായി. എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് നല്ലത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കൻ റോസ്റ്റ്.
നല്ല രസമല്ലേ പൊറോട്ട? ബിരിയാണി എങ്ങനെയുണ്ട്? ഞാൻ എല്ലാത്തൊന്നും കഴിട്ട് വരും. എല്ലാം നല്ല രസമാണ്. ഇമ്മക്കുട്ടിക്ക് ഇഷ്ടമായോ? ഇമ്മക്കുട്ടിക്ക് ചിക്കനൊക്കെ നല്ല ഇഷ്ടമായിട്ട്. ഇപ്പം ഇങ്ങനെ എരിവൊക്കെ കഴിച്ച് തുടങ്ങിയിട്ടുള്ള കാര്യം ഇമ്മക്കുട്ടിക്ക് എല്ലാം ഇഷ്ടം. റോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാനൊരു പൊറോട്ടയും കറി, ഒരു ബിരിയാണി പുള്ളിയ, ഹാഫ് ബിരിയാണി, ചിക്കൻ, നല്ല എരിവ്. ശരിക്കും നോർമൽ എരിവ്, പക്ഷെ എനിക്ക് നല്ലോണം എരിവ് തോന്നുന്നുണ്ട്. അതിനൊപ്പം കൂടുതൽ ലെമൺ ടീ കൂടി കുടിക്കുമ്പോൾ രക്ഷയില്ല. നല്ല അടിപൊളി ഫുഡായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മൾ എവിടെ എത്തി? വീടല്ലല്ലോ അത്. അപ്പോ നമ്മള് പഴം മേടിച്ചിട്ടുണ്ട് കേട്ടോ, വയറ് സുഖാവാൻ വേണ്ടിട്ട്. ഇന്നിപ്പോ രാത്രി കുറെ ഭക്ഷണം കഴിച്ചില്ലേ. നമ്മള് കിടക്കായി കേട്ടോ, വേഗം അങ്ങനെ കിടക്കാം. പിന്നെ നാളെ രാവിലെ എണീറ്റിട്ട് എന്താ പരിപാടി? നേരത്തെ എണീക്കുന്നു, ഡ്രസ്സ് മാറ്റുന്നു, ഇറങ്ങുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. വേറെ നമ്മൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമൊന്നുമില്ല. ചേച്ചിനെ കാണും, അല്ലാതെ നമുക്ക് തിരിച്ച് പാലക്കാട്ടേക്ക് പോവാം. വിനീതിന് ഒഴിവുണ്ടെങ്കിൽ നമ്മളവിടെ കോഴിക്കോട് പോയിട്ട് വിനീതിനെ കണ്ടിട്ടാവും പോവാം. അതല്ലെങ്കിൽ പിന്നെ കോഴിക്കോട് പോകേണ്ട ആവശ്യം തന്നെയില്ല. നമ്മളങ്ങനെ പാലക്കാട്ടേക്ക് പോവും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും എന്തായാലും. വീട്ടിലെത്തിയിട്ട് ലഞ്ച് കഴിക്കണം എന്നാണ് വിചാരിക്കണത്. അത് നമുക്ക് നോക്കാം. ഗുഡ് മോർണിംഗ് സുന്ദരീസ്. ഇപ്പോൾ 5:30 കേട്ടോ സമയം. അല്ല, 5:30 നമ്മൾ അലാം വെച്ച് എണീറ്റ അല്ലേ. അത് 6 മണിയുടെ സമയം. റെഡി ആവുക ഒന്നുമില്ല. ഞാൻ ഇങ്ങനെ ട്രാവൽ ചെയ്യണ സമയത്ത് ആകെ ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഒരു ലിപ് ബാമും ഇടും, അത്ര തന്നെ ഉള്ളൂ. വയലപ്പുറത്തേക്കൊന്നും ഈ ചൂടത്തൊന്നും പറ്റില്ല. മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടാം. ബിരിയാണി കഴിച്ചതിൻ്റെ വ്യത്യാസം കണ്ടോ? ലെഫ്റ്റ് ഹാൻഡിൽ വൈറ്റും ഇതിന് യെല്ലോ ഇപ്പൊ ഈ മസാല ഫുള്ള് പിടിച്ചേട്ടാ. നമ്മള് വിളിച്ചു പറഞ്ഞു കേട്ടോ ചെക്കൗട്ട് ചെയ്യാന്ന്. ഞാൻ അടിപൊളിയായിട്ട് പറഞ്ഞു. ഏട്ടനോ? കുട്ടി ചവിട്ടി കൊണ്ടാണോ? നല്ല ചവിട്ടാണ് ഉറക്കത്തില്. എനിക്ക് പുതപ്പ് കിട്ടാൻ വേണ്ടിയായപ്പോ ഞാൻ കുറച്ച് ഇറങ്ങി. അപ്പൊ ഇമ്മക്കുട്ടി എന്റെ മുകളിലായിരുന്നു. അപ്പൊ എന്റെ തലയിൽ ചവിട്ടി താത്ത. ദൈവമേ, ഞാൻ പിന്നെ നൈസായിട്ട് ഇങ്ങനെ തള്ളി, ഞാനിങ്ങനെ നീങ്ങി പുതപ്പൊക്കെ വലിച്ച് ഞാൻ ഒരു മൂലയ്ക്ക് ഇങ്ങനെ. പിന്നെ ഏട്ടനും ഇമ്മക്കുട്ടിയും കൂടി ഗുസ്തി. നമ്മളിപ്പോ കണ്ണൂരത്തെ മെയിൻ ബ്ലോക്ക് അല്ലേ ഏട്ടാ കടന്ന്? അല്ല, തലശ്ശേരി. തലശ്ശേരിയോ? ഇനി കണ്ണൂരുണ്ടോ? ഇല്ല, കണ്ണൂരിലാണോ തലശ്ശേരി? എനിക്കിതൊന്നും അറിയില്ല കേട്ടോ. എനിക്ക് ഇവിടെ ഒരു മെയിൻ ബ്ലോക്ക് ഉണ്ടെന്ന് മാത്രമേ അറിയുള്ളൂ. കാരണം നമ്മൾ കഴിഞ്ഞ അവിടെ വന്നപ്പോ ഏകദേശം ഒരു 1.5 മണിക്കൂറല്ലേ ഏട്ടാ ഇവിടെ പെട്ട്. അങ്ങനെ അത്ര വലിയ ബ്ലോക്കുള്ള സ്ഥലമല്ല, അത് മാത്രമേ എനിക്ക് അറിയില്ല. അത് നമ്മൾ കടന്നിട്ടുണ്ട്. ഈ മുക്കുട്ടി ഉറങ്ങാം, ഞാൻ ഫ്രണ്ടിലിരുന്നു. ഞാൻ അങ്ങനെ പില്ലോ വെച്ചിരിക്കുക കിടക്കാനുള്ള സുഖത്തിന് വേണ്ടിയിട്ട്. എന്തായാലും ഒരു 10 മണി വരെ ഇങ്ങനെ പോട്ടെ വെച്ചിട്ടാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് പോവാം. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാലാണ് ഇവയ്ക്ക് ബുദ്ധിമുട്ട്. ഇവ മിക്കവാറും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലും നോക്കണം. എന്നാൽ കുറച്ച് നേരം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ ദഹിച്ചിട്ട് പോവാം. അങ്ങനെ നോക്കാൻ വിചാരിച്ചു. ഇപ്പോൾ എന്തായാലും ഏറ്റവും സ്ട്രെച്ച് ഒരു 10 മണി വരെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടം. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇമ്മക്കുട്ടി ഇത്രയും നേരം നല്ല ഉറക്കമായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി മുഖമൊക്കെ കഴിച്ച് ഇപ്പോൾ ഫ്രഷായി ഉടുപ്പൊക്കെ മാറ്റിച്ചു. നമ്മൾ പല്ലൊക്കെ തേച്ചു. ഇമ്മക്കുട്ടി ആണോ? അത് പത്തിരിയുള്ളൂ. പത്തിരിയും പിന്നെ പൊറോട്ട അതല്ല അങ്ങനെയൊക്കെ. പൊറോട്ടയൊന്നും രാവിലെ തന്നെ കഴിക്കാൻ വയ്യ. അപ്പോൾ നമ്മൾ പത്തിരി പറഞ്ഞിട്ടുണ്ട്. വേണ്ട കേട്ടോ, വേണ്ട മിനറൽ വാട്ടർ. ഒരു മുട്ട അമ്മയും ബാവയും കൂടി ഷെയർ ചെയ്യും, ഒരു മുട്ട ഉണ്ണിമാമിയും അച്ഛനും കൂടി ഷെയർ ചെയ്യും. മുടി ആദ്യമായിട്ടാണോ പത്തിരി കഴിക്കണേ? അല്ലല്ലോ, അങ്ങനെ കഴിച്ചിട്ടില്ലേ? ഇല്ല, കുറേ നാളിന് ശേഷം കഴിച്ചു നോക്കുക. ഓരോ ഇഷ്ടമായില്ല കേട്ടോ.
എനിക്കും അതെ, എനിക്ക് പത്തിരി അത്ര ഇഷ്ടം. നമുക്ക് കാപ്പിയും കൂടി കുടിച്ച് അവസാനിപ്പിക്കാം കേട്ടോ. Let's go. ഏട്ടാ ബാക്കിലേക്ക് ഇറങ്ങാൻ പോയി കുട്ടി. ഞങ്ങൾ കഥ പറയും, വർത്താനം പറയും, ചില കാര്യങ്ങളെ കുറിച്ച് ചില തീരുമാനങ്ങൾ എത്താണ്. ഓ, നമ്മളിപ്പോ തൃശ്ശൂർ എത്താറായി. ഗ്രാമത്തിൽ എന്തോ ഒരു കാഴ്ചകളാണ്, പട്ടണത്തിൽ എന്തോ ഒരു കാഴ്ചകളുമില്ല. നമ്മുടെ ശക്തിനെത്തിട്ടോ. ഓ, ശക്തിന്റെ അടുത്താണ് നമ്മുടെ വീട്. നമുക്ക് കുറുക്കഞ്ചേരി ആണെങ്കിൽ അമ്പലത്തിന്റെ അടുത്തുനിന്നാണ്. എന്ത് മാറ്റം, ഭയങ്കരമായിട്ട് വികസിച്ചു അല്ലേ? എന്ന് ചിരിക്കണേ, നല്ല മാറ്റാ അല്ലേ? ഏട്ടന് തോന്നണില്ലേ? നിങ്ങൾ എന്തെങ്ങനെ ഒന്നും പറയാത്തെ? നല്ല മാറിയില്ലടാ. വീടുകളാണെങ്കിലും വലിയ കോംപ്ലക്സുകൾ വന്നു. നമ്മള് ഇവിടെ തന്നെ വണ്ടി പാർക്ക് ചെയ്തു കേട്ടോ. ഞങ്ങള് വീട്ടിലേക്ക് കയറണം കൂടി ഇല്ല. നേരെ പാലക്കാട്ടേക്ക് പോവാനാ. ഗേറ്റിന്റെ പുറത്ത് നിക്കണേ ഉള്ളൂ. എന്തായാലും ഉണ്ണിയെ ജസ്റ്റ് ഇവിടെ ഡ്രോപ്പ് ചെയ്യാൻ മതി. നമ്മുടെ വീട് ക്ഷീണ. അമ്മയ്ക്ക് നല്ല ക്ഷീണ. ഇവിടുത്തെ ചെടികളെല്ലാം പോയിട്ടോ. ചെടികളൊക്കെ ഉണ്ടായിരുന്ന കൊറേ 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 എല്ലാം പോയി. ഇവിടെ പെയിന്റ് പണിയായിരുന്നേ, അപ്പൊ എല്ലാം ഉണ്ണിമാൻ പോകുമ്പോ സങ്കടാന്ന് പറഞ്ഞിരിക്കായിരുന്നു. ഉണ്ണിയായിട്ട് കൂട്ടെ എന്തേ സങ്കടായാ? ഞങ്ങള് കേറിയൊന്നുമില്ല കേട്ടോ. ഞാൻ തൊട്ടന്നില്ല. ഇവക്കുട്ടി പിന്നെ അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല. അവള് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഫുൾ സാനിറ്റൈസറൊക്കെ ഇട്ടോളാനായിട്ട്. എന്നാലും മാസ്ക് ഒന്നും ഊരില്ല. ഞങ്ങൾ അങ്ങനെ പോവാ പാലക്കാട്ടേക്ക്. വേഗം പാലക്കാട് എത്തിയിട്ട് നമുക്ക് ഭക്ഷണം കഴിക്കണം. ഇഷ്ടമുണ്ട്. നമ്മളിനി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് വരും തൃശ്ശൂർ. അപ്പോൾ ഞാൻ എല്ലാ വ്ളോഗൊക്കെ ചെയ്യാം കേട്ടോ. അതൊക്കെ ഞങ്ങൾ ഇരുന്നു. അതൊക്കെ ഇരുന്നു. അച്ഛൻ ചോദിക്കാം എങ്ങനെ ഇരുന്നേന്ന്. കാര്യമുണ്ട് മുന്നോ. ഇറ്റ്സ് ഓക്കെ ബേബി, ഇറ്റ്സ് ഓക്കെ. നമ്മൾ പോവാ പാലക്കാട്ടേക്കാ പോണത്. വി ഡോണ്ട് ക്രൈ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ കണ്ണാ. ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഡോണ്ട് വറി ട്ടോ. അച്ഛനും അച്ഛമ്മയും എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇത്രയും നാള് നിന്നില്ലേ ഉണ്ണി കൂടെ നിന്നിട്ട്. ഇത്രയും നാളുണ്ടായിട്ട്. അപ്പൊ നമ്മള് വേഗം എത്തിട്ട് പോന്നോ. സങ്കടപ്പെടണ്ട കേട്ടോ കേട്ടോ. സാരില്ല, പോട്ടെ പോട്ടെ, സമാധാനിപ്പിക്കുന്നുണ്ട്. നമ്മളിപ്പോ എവിടെ എത്തി? കുതിരാണ്. ഓക്കെ, ഇനിയിപ്പോ കുറച്ച് ദൂരം കൂടി, കുറച്ചല്ല കേട്ടോ, കഷ്ടി 1 മണിക്കൂർ. നമ്മള് പാലക്കാട് ടൗണിൽ തന്നെയാണ് കേട്ടോ. ഇതേ അമ്പലം കേട്ടോ. ഇതല്ലേ അമ്പലം? ഇവിടെ എത്തുമ്പോ ഇങ്ങനെ പൈസ എറിയും അവിടേക്ക്. ഈ വഴി പോണ വണ്ടികളൊക്കെ ചെയ്യില്ല കേട്ടോ. വിക്ടോറിയ കോളേജ് കേട്ടോ. വിക്ടോറിയ കോളേജിലാണ് അച്ഛൻ വർക്ക് ചെയ്തിരുന്നത്. ഇവിടുത്തെ മാഷായിരുന്നു, പ്രൊഫസർ ആയിരുന്നു. റിട്ടയർ ആയിട്ടോ. കുറെ അധികം നാളെ റിട്ടയർ. കഴിച്ചിട്ട് കേറാം. ഓർമ്മയുണ്ടോ? ആണല്ലേ? ആ ചെരുപ്പുണ്ട് അമ്മ, ചെരുപ്പുണ്ട്. ഓക്കെ, കേറിക്കോളി കുട്ടി. ഓ, ഇപ്പയും കുളിച്ചിട്ട് വരാം. വരും. ഓക്കെ. ഇപ്പം എന്തായാലും നമ്മൾ മേളിൽ തന്നെയാണ് കേട്ടോ. ക്വാറന്റൈൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മീൻകുളത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ള മീനാണ്. അപ്പോൾ ഫ്രഷ് എന്ന് വെച്ചാൽ ഫ്രഷ് മീനായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര യമ്മിയായിരുന്നു. ഫുഡ് കഴിച്ചു. അലുവ നമുക്ക് അടുക്കി പെറുക്കിയൊക്കെ വെക്കുകയാണ്. നമ്മൾ പണ്ട് വരച്ച ക്യാൻവാസ് പെയിൻറ്റിങ് നോക്കില്ല, അതൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഫസ്റ്റ് കിടക്കട്ടെ. നല്ലൊരു ഉറക്കം വേണം. അതിനുശേഷം എണീറ്റിട്ട് നാളത്തേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇവിടെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ കാണിച്ചു തരാനായിട്ട്. നമ്മുടെ ഗാർഡൻ, പിന്നെ മീൻകുളം ഞാൻ തന്നെ കണ്ടിട്ടില്ല. ഇവിടുത്തെ ക്വാറന്റൈൻ എത്ര കണ്ടും നടക്കുന്നു എന്ന് എനിക്കറിയില്ല. അങ്ങനെ
വെച്ചാൽ ഇമ്മക്കുട്ടി ഉണ്ടല്ലോ അതുപോലെ കഴിക്കുമ്പോൾ പല്ല് കുളിക്കണം. പുറത്തേക്ക് പോകണില്ല, 7 ദിവസം കഴിഞ്ഞിട്ടേ പുറത്തേക്ക് പോകുള്ളൂ. അതുവരെ വീട്ടിൽ തന്നെ കേട്ടോ ആണ് നമ്മുടെ പ്ലാൻ. വി ആർ സോ ഹാപ്പി. നാട്ടിലെത്തിയ അവസാനം അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നാട്ടിലത്തെ വ്ളോഗ്സും വീഡിയോസും ഒക്കെ ആയിട്ട് കാണാം കേട്ടോ. ഓക്കെ ഏട്ടാ ബൈ പറയാം. ഹാപ്പി ഞങ്ങൾ അവസാനം എത്തി. ശരി കേട്ടോ, ബൈ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.